ഈ ഒരു സമയത്തും ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു. എന്താണ് കാര്യമെന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള കൂൾ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുകയുള്ളൂ. സോ ഇത് രണ്ടും ചെയ്തിട്ട് വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം ചൂരൽമലയിൽ ഉണ്ടായിരിക്കുന്നത് വളരെ വലിയൊരു അപകടമാണ്. ഒരു സ്ഥലം തന്നെ ഇല്ലാതായി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. എന്തായാലും കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നാണിത്. എന്തായാലും ഇവിടെ ഞാൻ പറയാൻ വന്നൊരു വ്യാജ വാർത്തയെക്കുറിച്ചാണ്. അതായത് ചൂരൽമലയുടെ പഞ്ചായത്ത് പ്രസിഡൻ്റെ പേരിലാണ് സംഷാദ് മരിക്കാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ക്ലിപ്പ് പറയുന്നുണ്ട്. സോ ഒരു വോയിസ് ക്ലിപ്പ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇവിടേക്ക് ആളുകളൊന്നും വരാൻ പാടില്ല, അതുപോലെ തന്നെ അത് പിന്നെയും കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടേക്ക് ഫുഡും അതായത് ആവശ്യ വസ്തുക്കളൊന്നും ആവശ്യമില്ല, ഇപ്പോൾ എല്ലാം തന്നെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വോയിസ് ക്ലിപ്പാണ് പറയുന്നത്. സോ അത് ഭയങ്കര വ്യാജ വാർത്തയാണ്. ഇപ്പോഴും അവിടേക്ക് ആവശ്യ സാധനങ്ങളുടെ വളരെയധികം ആവശ്യമുണ്ട്. ഫുഡും മറ്റുള്ള കാര്യങ്ങളുടെയൊക്കെ വളരെയധികം ആവശ്യം വരുന്നൊരു സാഹചര്യമാണിപ്പോൾ. സോ എല്ലാവരും അത് എത്തിച്ചു കൊടുക്കാനായി ശ്രമിക്കുക. എന്തായാലും ഇപ്പോൾ ആ ഒരു വോയിസ് ക്ലിപ്പിൽ വന്നത് തെറ്റായിട്ടുള്ളൊരു വ്യാജ വാർത്തയാണ്. അവിടെ എല്ലാം എത്തിയിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്, ഇപ്പോൾ അധികമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സോ അങ്ങനെയൊന്നുമല്ല, ഇപ്പോഴും സാധനങ്ങളുടെയൊക്കെ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ പിന്നെ അദ്ദേഹം തന്നെ, അതായത് ഈ ഒരു പറഞ്ഞ വ്യക്തി തന്നെ, അവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് തന്നെ വന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് സംഷാദ് മരിക്കാറാണ്. ഞാൻ നേരത്തെ ഇത് തെറ്റായ ഒരു പ്രചരണമാണെന്ന് അദ്ദേഹം തന്നെ അതിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി അറിയിച്ചിട്ടുണ്ട് എല്ലാവരോടും. സോ എന്തായാലും ഇതുപോലുള്ള വ്യാജ വാർത്തകൾക്ക് മുഖം കൊടുക്കാതിരിക്കുക. നിങ്ങൾക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. അവിടേക്ക് പോയി സഹായിക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ അധികം ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്കറിയാം അവിടെ ഒന്നാമതേ പല കാരണങ്ങളാലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെ രക്ഷിക്കാൻ പറ്റിയ എല്ലാ സേനകളെയും അവിടെ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ആവശ്യം ആ ഒരു രീതിയിലില്ല, മറ്റു പല ആവശ്യം, പൈസ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അവിടെ ഉണ്ട്. സോ അതൊക്കെ നൽകി മാക്സിമം സഹായിക്കാനായിട്ട് എല്ലാവരും തന്നെ ശ്രമിക്കുക.